ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ ദേഹത്ത് ഷർട്ടൊന്നുമില്ലാതെ ഒരു മരുഭൂമി പ്രദേശം, അതിലൂടെ ഒരു പയ്യൻ നല്ല വേഗതയിൽ ഓടുന്നു. കുടിക്കാൻ വെള്ളമില്ല, അവൻ ആകെ ക്ഷീണിച്ച് പേടിച്ചങ്ങനെ ഓടുന്നതും പെട്ടെന്ന് ഒരു സ്വപ്നം കണ്ടങ്ങ് കണ്ണു തുറക്കാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് വേറെ ആരുമല്ല, നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. സത്യം പറഞ്ഞാൽ ഈ ഒരു സ്വപ്നം കണ്ട് പുള്ളിക്കാരൻ നല്ലതുപോലെ പേടിച്ചു പോയിട്ടോ. അങ്ങനെ നല്ലതുപോലെ വിയർത്ത് പെട്ടെന്ന് ആ ഒരു റൂം വിട്ട് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇവരിപ്പോ താമസിക്കുന്നതും ഒരു മരുഭൂമി പ്രദേശത്ത് തന്നെയാണ്. അതുമല്ല, വെളിയിലാണെങ്കിൽ അവന്റെ ഗേൾ ഫ്രണ്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ഇപ്പൊ ഈ ഒരു ഗേൾ ഫ്രണ്ട് ആണെങ്കിലും സ്കൂളിലാണ് പഠിക്കുന്നത്. അതുമല്ല, അവൾക്കിപ്പോ തുടർ പഠനത്തിന് വേണ്ടിയിട്ട് ഡെൻമാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തായാലും ബാഗെല്ലാം പാക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അവള് റൂമിലേക്ക് പോയിട്ട് ബാഗെല്ലാം പാക്ക് ചെയ്ത് പോകാനായിട്ട് വരുമ്പോൾ ഹീറോ അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു തോക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. ഓക്കെ, അവളായാലും അത് വാങ്ങി വെച്ച് ശരി, പോകുന്നതിന് മുന്നേ അച്ഛനെ അമ്മയെ കണ്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് വണ്ടി എടുത്ത് അവൾ അവിടെ നിന്ന് പോകുന്നു. അവൾ പോകുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് നല്ല വിഷമമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ റൂമിലേക്ക് കയറുമ്പോൾ അവനൊരു വോയിസ് മെസ്സേജ് വന്നിരിക്കുന്നു ഫോണില്. വേറെ ആരുമല്ല, ഈ ഒരു സിറ്റിയിലെ ഒരു പോലീസുകാരനാണ്, ഹീറോയുടെ സുഹൃത്താണെന്ന് തോന്നുന്നു. 1 മണിക്കൂറിനകം നീ സ്റ്റേഷനിലേക്ക് വരണം, നിനക്കൊരു ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു മെസ്സേജ് അവൻ കേൾക്കുന്നതും ഹീറോ ആയാലും ഓക്കെ അവിടെ പോകാന്ന് പറഞ്ഞിട്ട് നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ആ ഒരു സ്റ്റേഷന്റെ വെളിയിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തുമ്പോഴത്തേക്കാണ് ഈ മരുഭൂമിയിലൂടെ ഓടുന്ന ഒരു വണ്ടിയുണ്ട്. അതും വളരെ വില കൂടിയൊരു വണ്ടി. അത് വെളിയിൽ കിടക്കുന്നു. ഇത് കാണുമ്പോൾ ഷടാ, ഇത്രയും വില കൂടിയ ഒരു വണ്ടി അത് ആരുടേതാണ് എന്നുള്ള രീതിയിൽ ഹീറോ നേരെ അകത്തേക്ക് കയറി ചെല്ലുന്നതും സ്റ്റേഷനകത്ത് ഒരു പണക്കാരനുണ്ട്. അവനിപ്പോൾ ആരോടോ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ ഹീറോ ആയാലും നേരെ പോലീസുകാരൻ്റെ അടുത്തേക്ക്. കാരണം 2-3 വീഡിയോസിലെ ഞാനിങ്ങനെ ഷെരീഫ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പലർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. പോലീസ് എന്ന് തന്നെ പറഞ്ഞാൽ മതി എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ പോലീസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഇനി ആരും ഷെരീഫ് എന്ന് പറയാനായിട്ട് പറയരുത്. ഇനി നമ്മൾ അന്യരാജ്യത്തെ പോലീസുകാരെ എല്ലാം പോലീസ് എന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ. അങ്ങനെ ഹീറോ ആയാലും നേരെ ആ ഒരു പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത്, ഈ മലകളിൽ ഒരു പ്രത്യേകതരം ആടുണ്ട്. ആ ഒരു ആടാണെങ്കിൽ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടാണ്, ഒരുപാടും കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ആടിനെ വേട്ടയാടാൻ വേണ്ടി ഈ ഒരു പണക്കാരൻ എന്നോട് പെർമിഷൻ ചോദിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും സത്യം ഇതൊന്നുമല്ല, ഈ ഒരു പോലീസുകാരന് അയാൾ കുറെ പണം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ അതിന് സമ്മതിക്കുന്നത്. ഇപ്പോൾ സാധാരണ നാട്ടുകാർ വന്നു കഴിഞ്ഞാൽ അടിച്ചു ഓടിക്കും. അപ്പോൾ പണത്തിന്റെ പവർ എന്താണെന്ന് അറിയാലോ. പക്ഷെ നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ ആ ഒരു ആടിനെ വേട്ടയാടാനായിട്ട് ഒരിക്കലും കഴിയത്തില്ല. അപ്പോൾ അയാളോടൊപ്പം പോകാനായിട്ടാണ് ഹീറോയെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അപ്പോൾ ഹീറോ ആയാലും അതിന് സമ്മതിക്കുമ്പോൾ ആ ഒരു പണക്കാരൻ അവിടേക്ക് വന്നിരുന്നിട്ട്, എന്താ സാർ ഇത്? സാർ, ഇവനൊരു ചെറിയ പയ്യനാണല്ലോ, അല്ല മരുഭൂമിയിലെ കാര്യങ്ങൾ ഇവന് നല്ലതുപോലെ അറിയോ? ആ ഒരു ആട് എവിടെയാണ് ഉള്ളതെന്ന് ഇവൻ അറിയുമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പോലീസുകാരൻ പറയും, കുഴപ്പമില്ല സാർ, ഇവനെ മരുഭൂമിയിലെ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ തന്നെ അറിയാം. ഈ ഒരു സ്ഥലത്താണ് അവൻ ജനിച്ചു വളർന്നത്, അതുകൊണ്ട് നിങ്ങൾക്കൊരു സഹായമായിട്ട് ഇവനായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയുന്നതും ആ ഒരു പണക്കാരൻ പറയും, ശരി ബാ നമുക്ക് പോവാന്ന് പറഞ്ഞ് ഹീറോയെ വിളിക്കുമ്പോൾ ഹീറോ പെട്ടെന്ന് അയാളോട് ഒരു ലൈസൻസ് ചോദിക്കാണ്. ഈ ഒരു ലൈസൻസ് വേറെ ഒന്നുമല്ല, ഈ ഒരു മരുഭൂമി പ്രദേശത്തിൽ വണ്ടി ഓടിക്കുന്ന അതേപോലെ തന്നെ വേട്ടയാടാനുള്ള ആ ഒരു ലൈസൻസ് അതാണ് ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു പോലീസുകാരൻ പറയും, ഇല്ല അതൊക്കെ ഞാൻ തന്നെ ചെക്ക് ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, നീ കൂടെ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞ് ഹീറോയെ പറഞ്ഞു കൊടുന്നു. ഇപ്പൊ ഇയാളിങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിലെന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന്. അങ്ങനെ വെളിയിൽ വന്നതും ആ ഒരു പണക്കാരൻ തന്റെ വണ്ടിയിൽ നിന്നും വളരെ വില കൂടിയ, അതും ഓസ്ട്രേലിയയിൽ നിന്നും ഇവിടേക്ക് ഇറക്കിയ ഒരു തോക്ക് അത് ഹീറോയുടെ കയ്യിലെടുത്ത് ഇങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ ഹീറോ ആയാലും അത് അത്ഭുതത്തോടെ ഇങ്ങനെ കണ്ടിട്ട് അയാളുടെ കയ്യിൽ തിരിച്ചു കൊടുക്കും. അയാളായാലും അത് നേരെ എടുത്ത് പെട്ടിയിലേക്ക് വെച്ചിട്ട് ഇപ്പൊ ഈ ഒരു വില കൂടിയ കാറിലാണ് രണ്ടുപേരും പോകുന്നത്. ഹീറോയ്ക്ക് അത്രയും ഹാപ്പിയാണ്, കാരണം ഇത്രയും വലിയൊരു കാറിൽ ആദ്യമായിട്ടാണെന്ന് ഒന്ന് കയറുന്നത്. അങ്ങനെ പോകുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹീറോയ്ക്ക് ഈ ഒരു സ്ഥലത്തെ എല്ലാ കാര്യങ്ങളും അറിയാം. ആ ഒരു ആട് എവിടെയാണ് ജീവിക്കുന്നത്, എവിടെ പോയാലും അതിനെ വേട്ടയാടാൻ കഴിയും, കാരണം അവൻ ഈ ഒരു സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. അങ്ങനെ വഴി പറഞ്ഞു കൊടുത്ത് ആ ഒരു വഴിയെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോ ആണെങ്കിലോ അവന്റെ ഗേൾ ഫ്രണ്ടില്ലേ അവളുടെ ഫോട്ടോ പേഴ്സിൽ വെച്ചിട്ടുണ്ട്. അതെടുത്ത് നോക്കി നല്ല വിഷമത്തിലേക്ക് ഇരിക്കുകയാണ്. അപ്പോഴേക്കും ആ ഒരു പണക്കാരൻ ചോദിക്കും, അല്ല നിന്റെ ഗേൾ ഫ്രണ്ടിനെ ഞാനൊന്ന് കണ്ടോട്ടെ? ഹീറോ ആയാലും അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ, നീ എന്തായാലും ലക്കിയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു പണക്കാരൻ അവന്റെ ഗേൾ ഫ്രണ്ടിനെ പറ്റി ആലോചിച്ച് നോക്കാണ്. എന്നിട്ട് അയാളുടെ ഗേൾ ഫ്രണ്ടിന്റെ പേര് അയാൾ ഇങ്ങനെ പറയുന്നതും നമ്മുടെ ഹീറോ ആയാലും അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ പേര് നല്ലതുപോലെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് തന്നെ രണ്ടുപേരും ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഈ പണക്കാരന്റെ കയ്യിലുള്ള ഒരു സാറ്റലൈറ്റ് ഫോൺ ഉണ്ട്, അത് റിങ് ചെയ്യുന്നു. ഹീറോ ചോദിക്കല്ല ഇവിടെ സിഗ്നൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇത് സാറ്റലൈറ്റ് ഫോണാണ്. അങ്ങനെ ഫോൺ എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കാണ് എതിർവശത്തുള്ളത് ഇയാളുടെ പാർട്ട്ണറായിട്ടുള്ള ഒരു ചൈനക്കാരനാണ്. ഇപ്പോൾ ബിസിനസ് കാര്യമായിട്ടാണ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഹീറോ ചോദിക്കുന്നത്, അല്ല ബിസിനസ് ഫ്രണ്ട് ആണോ ചൈനക്കാരനാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ബിസിനസ് ഫ്രണ്ട് ആണ് എന്നും പറഞ്ഞിട്ട് ഇവർ നേരെ ആ ഒരു മരുഭൂമിയിലെ കുറച്ച് ഉയരമുള്ള ഈ പാറകളൊക്കെ കൂടിക്കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് വരും. എന്നിട്ട് ഒരു മലയുടെ മുകളിലേക്ക് കയറിയിട്ട് ഈ ഒരു ആടുകളെല്ലാം മേയുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ അതെവിടെയാണെന്ന് ഹീറോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടാണ് ഹീറോ പറയുന്നത് 300 വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു സ്ഥലം മുഴുവനായിട്ടും കടലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ ഒരു പണക്കാരൻ അതൊന്നും വലിയ കാര്യമാകുന്നില്ല.
അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയിൽ അവരവിടെ തീയെല്ലാം കൂടിയിട്ടിട്ട് സ്റ്റേ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പണക്കാരൻ പറയുന്നുണ്ട്, എന്റെ 20 വയസ്സ് വരെ എന്റെ അച്ഛനും അമ്മയും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു നിലയിലെത്തിയത്. അല്ല, നിന്റെ അച്ഛനും അമ്മ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഹീറോ നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, കുറെ കാലങ്ങൾക്ക് മുന്നേ ഇവന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. പോലീസുകാർ ഇവരുടെ കാറ് ഈ മരുഭൂമി പ്രദേശത്ത് നിന്നാണ് കണ്ടുപിടിച്ചത്. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ 1 കിലോമീറ്റർ ദൂരെയായിട്ട് അവന്റെ അച്ഛന്റെ ശരീരവും അത് കഴിഞ്ഞ് കുറെ ദൂരെയായിട്ട് അവന്റെ അമ്മയും അതേപോലെ തന്നെ അവനൊരു സഹോദരി ഉണ്ടായിരുന്നു. അവരുടെ രണ്ടുപേരുടെ ശരീരവും കണ്ടുപിടിക്കും. പാവല്ലേ. ഇപ്പൊ എന്താണ് കാരണമെന്ന് വെച്ചാൽ ട്രിപ്പ് പോയ സ്ഥലത്ത് എന്തോ ഒരു വഴക്കുണ്ടായിട്ട് പരസ്പരം അടിച്ചാണ് ഇവർ മരിച്ചത്. അങ്ങനെയാണ് പോലീസ് കാരണം കണ്ടുപിടിച്ചിട്ടുള്ളത് എന്ന് ഹീറോ പറയുമ്പോഴത്തേക്കും ആ ഒരു പണക്കാരൻ പറയും, അത് അവരുടെ ഇഷ്ടം, അവരാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇപ്പൊ അതുപോലെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും മരിക്കില്ലായിരുന്നു. അതൊക്കെ വിട്, അവരുടെ തീരുമാനമല്ലേ. എന്തായാലും കിടന്ന് ഉറങ്ങ്, നമുക്ക് രാവിലെ തന്നെ പോവാന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ബിഹോൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആടിനെ തേടി ഇവരിങ്ങനെ പോവാണ്. അങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് ഇവിടെ ഒരു പഴയ 2 TV ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഈ ഒരു TV കാണുമ്പോഴത്തേക്കും പണക്കാരൻ പെട്ടെന്ന് അതിലേക്ക് ഷൂട്ട് ചെയ്യുന്നതും ഹീറോ പറയും, അല്ല നിങ്ങൾ വെറുതെ എന്തിനാ ഷൂട്ട് ചെയ്യുന്നത്? ഈ ഒരു ശബ്ദം ഈ ഒരു സ്ഥലം മുഴുവനായിട്ടും പ്രതിധ്വനിക്കും. അത് കേട്ട് കഴിഞ്ഞാൽ ആ ഒരു ആടുകൾ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും. പിന്നീട് പിന്നെ അതിനെ കിട്ടത്തില്ല എന്നെല്ലാം പറയുമ്പോൾ അയാൾ പറയും, ഹേയ് അതൊക്കെ വീട് സാരമില്ല, അതെന്തായാലും പേടിച്ച് ഒളിച്ചിരുന്നാലും എപ്പോഴായാലും പുറത്ത് വന്നല്ലേ പറ്റൂ, അതുകൊണ്ടല്ലേ നമ്മൾ അതിനെ വേട്ടയാടാനായിട്ട് പോകുന്നത്, അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാമെന്ന് പറഞ്ഞിങ്ങനെ വരുമ്പോഴത്തേക്കും ഹീറോ പറയും, അല്ല നിങ്ങൾ ഷൂട്ട് ചെയ്തില്ലേ ആ ബുള്ളറ്റിന്റെ ഷെല്ലുകൾ, അതിങ്ങ് എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ അയാൾ പറയും, ഞാൻ എന്തിനും എടുത്തുകൊണ്ട് വരണം, നീയല്ലേ ഈ ഒരു കാടിനകത്ത് ഇനിയും ജീവിക്കാൻ പോകുന്നേ, പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നിന്നെ ചെയ്യത്തുള്ളൂ, ഞാൻ വെറുതെ സമയം പോക്കിനാണ് വേട്ടയാടാനായിട്ട് വന്നത്, വേണമെന്നുണ്ടെങ്കിൽ നീ തന്നെ എടുത്തു വെച്ചോ എന്ന് പറയുമ്പോൾ ഇങ്ങർക്ക് ഇത്തിരി കുഴപ്പമുണ്ട്. അതെന്തായാലും നമുക്ക് മനസ്സിലായി. അങ്ങനെ വേറെ വഴിയില്ലാതെ ഹീറോ തന്നെ ആ ഒരു ഷെല്ലെടുത്ത് കയ്യിൽ വെച്ചേക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും ഇങ്ങേരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ഹീറോയ്ക്ക് നല്ല സംശയം. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല ഈ ഒരു ആടിനെ വേട്ടാനുള്ള ആ ഒരു ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടോ? അത് 2 തവണ ചെക്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അയാളായാലും കുറച്ചു നേരം ഒന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് പോക്കറ്റിൽ നിന്നും കുറച്ച് പണം എടുത്തിട്ടാണ് പറയുന്നത്, ദേ അവിടുത്തെ ആ ഒരു നിന്റെ സുഹൃത്തായിട്ടുള്ള ആ ഒരു പോലീസുകാരനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇത്ര പണമേ ഞാൻ കൊടുത്തിട്ടുള്ളായിരുന്നു, ഇന്നാ ഈ ഒരു പണം നീ വെച്ചെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഹീറോ അത് വാങ്ങിക്കാതെ ആലോചിച്ചിങ്ങനെ നിൽക്കാണ്. അപ്പൊ അയാൾ കുറച്ചുകൂടി പണം എടുത്ത് വെച്ചിട്ട് ദേ ഇത് വെച്ചോ എന്നും പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചോ ഹീറോ അത് വാങ്ങിക്കത്തില്ല എന്ന്. പക്ഷെ ഹീറോ വാങ്ങിച്ചു. കാരണം ഈ ഒരു മൂവിയിൽ എന്തായാലും ഹീറോയ്ക്ക് പണത്തിന്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് എന്തായാലും ആ ഒരു പണം അവൻ വാങ്ങി വെച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ഒരു മലയുടെ മുകളിലേക്ക് പോയിരുന്നു. ഒളിച്ചിരുന്നിട്ട് ഈ ഒരു ആട് എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ ഇല്ലെന്ന് ഇങ്ങനെ നോക്കാണ്. അങ്ങനെ നോക്കുന്ന സമയത്താണ് ഈ ഒരു മലയുടെ മുകളിൽ നിന്നും ഈ വെയിലുണ്ടല്ലോ, ഈ വെയിലടിക്കുന്ന ആ ഒരു വെളിച്ചത്തിന്റെ മുന്നിലൂടെ ഈ ഒരു ആടിങ്ങനെ നടന്നു പോകുന്നു. ഇത് കാണുന്ന നമ്മുടെ പണക്കാരൻ അത് ആടാണോ മനുഷ്യനാണോ ഒന്നും നോക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്യും. എന്നിട്ട് അത് ആടാണോ എന്നറിയാൻ വേണ്ടി നേരെ ഒരു മലയുടെ മുകളിലേക്ക് ചെന്ന് നോക്കുന്നതും ആഹാ പണി കിട്ടി. സത്യത്തിൽ അത് ആടല്ലായിരുന്നു, അതൊരു മനുഷ്യനാണ്. വെടി കൊണ്ട് അയാൾ അവിടെ മരിച്ചു കിടക്കുന്നു. ഇത് കണ്ട പണക്കാരനായാലും പെട്ടെന്ന് കരയാൻ തുടങ്ങും, ഇയാളിപ്പോ എവിടുന്നാ വന്നേന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഹീറോ ഓടി അയാളുടെ അടുത്തേക്ക് വന്ന് ചാർലി ചാർലി എന്ന് പറഞ്ഞ അയാൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പണക്കാരൻ്റെ അടുത്തേക്ക് വന്നിട്ട്, അല്ല നിനക്ക് ഇവനെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാൻ കുട്ടിയായിരിക്കുന്ന സമയം മുതൽ തന്നെ ഇയാൾ എനിക്ക് നല്ലതുപോലെ അറിയാം. എന്നിട്ട് ഹീറോ പറയും, ശരി എന്തായാലും ഇയാളുടെ ശരീരം നമുക്ക് നഗരത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ പണക്കാരൻ അയാളുടെ വണ്ടിയുടെ കീ എടുത്ത് ഹീറോയുടെ കയ്യിൽ കൊടുത്തിട്ട് നീ വണ്ടി എടുത്തുകൊണ്ട് വാ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഹീറോയെ താഴേക്ക് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ പണക്കാരനായാലും അവിടെ നിൽക്കുന്ന സമയത്ത് ആ ഒരു ചൈനക്കാരനുണ്ടല്ലോ, അയാൾ വീണ്ടും എന്തോ ഒരു ബിസിനസ് ഡീൽ സംസാരിക്കാൻ വേണ്ടി ഇയാളെ വിളിക്കുമ്പോഴത്തേക്കും അത്രയും വലിയൊരു ടെൻഷൻ ഇടയ്ക്കും ആ ഒരു ബിസിനസ്സുകാരൻ നല്ലതുപോലെ തന്നെ സംസാരിച്ച് തീർക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിങ്ങനെ നിൽക്കാണ്. നോക്കുമ്പോഴത്തേക്കാണ് ഹീറോയുടെ തോക്ക് അവിടെ താഴെ കിടപ്പുണ്ട്. അങ്ങനെ ആ ഒരു തോക്ക് അയാൾ എടുത്തു വയ്ക്കുന്നു. അതേസമയം ഇവിടെ ഹീറോയെ കാണിക്കുമ്പോൾ അവൻ ഇപ്പൊ ആ ഒരു വണ്ടിയും കൊണ്ട് നേരെ ഈ ഒരു മലയുടെ അടിയിലേക്ക് വന്ന് വണ്ടി അവിടെ നിർത്തി ഹീറോ നേരെ ചാർലിയുടെ ശരീരം എടുക്കാന്ന് പറഞ്ഞിട്ട് നേരെ മുകളിലേക്ക് ഓടി വരുന്നതും ഇവിടെ ആ ഒരു പണക്കാരൻ ഇപ്പോ ഹീറോയുടെ തോക്കുണ്ടല്ലോ അത് വെച്ച് അയാളുടെ നെറ്റിയിലേക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നു. ഈ ഒരു ശബ്ദം നമ്മുടെ ഹീറോയ്ക്ക് നല്ലതുപോലെ കേൾക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഹീറോ ആയാലും നേരെ മുകളിലേക്ക് വന്നിട്ട് വാ സാർ നമുക്ക് എന്തായാലും ശരീരം കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് അയാളെ വിളിക്കുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത്, ഒരു ഡെഡ് ബോഡിയിലെ 2 പേരുടെ ബുള്ളറ്റ്, അതുണ്ടെങ്കിൽ നിയമം എന്താണ് കരുതുന്നത്? ഇത് കേൾക്കുമ്പോഴത്തേക്കും ഹീറോ നേരെ അയാളുടെ ശരീരത്തിനടുത്തേക്ക് ചെല്ലുമ്പോൾ നെറ്റിയിൽ ഇതുപോലെ ബുള്ളറ്റ് ഉണ്ട്. അപ്പോഴാണ് ആ ഒരു പണക്കാരൻ തന്റെ പ്ലാൻ എന്താണെന്ന് പറയുന്നത്. ഇതുപോലെ പോലീസുകാർ വന്ന് പരിശോധിക്കുമ്പോൾ ഒരാളുടെ ശരീരത്തിൽ 2 പേരുടെ ബുള്ളറ്റ് ഉണ്ടെങ്കിൽ അതൊരിക്കലും അറിയാതെ സംഭവിച്ചൊരു കാര്യമല്ല, മനഃപൂർവ്വം ചെയ്തൊരു കാര്യമാണെന്നേ അവർ വിശ്വസിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇത് നീ ചെയ്യാനും ചാൻസ് ഉണ്ട്, ഞാൻ ചെയ്യാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 2 പേർക്കും 50-50 ചാൻസ് ആണ്. നീയാണ് നിരപരാധിയെന്ന് നിനക്കും തെളിയിക്കാൻ കഴിയത്തില്ല, അത് വളരെ പാടായിരിക്കും. ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഈ ഒരു ഡെഡ് ബോഡി നമുക്ക് ഇവിടെ തന്നെ കുഴിച്ചിടാം. അത് കഴിഞ്ഞ് നിനക്ക് എന്റെ കമ്പനിയിൽ മാസം ഒരു $3 ലക്ഷം
അത് കിട്ടുന്ന രീതിയിൽ നല്ലൊരു ജോലിയും ശരിയാക്കി തരാം. ആ ഒരു പണം കൊണ്ട് നിനക്ക് നല്ലൊരു വീടും വെച്ച് നിന്റെ ഗേൾഫ്രണ്ടായിട്ട് നല്ലൊരു ജീവിതം ജീവിക്കാൻ കഴിയും. അതുമല്ല, ചൈനയിലുള്ള ബെയ്ജിങ് ആ ഒരു സ്ഥലത്തേക്ക് ജോലിയുടെ ആവശ്യമായിട്ട് നിനക്ക് എപ്പോ വേണമെങ്കിലും പോയിട്ട് വരാം. വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഒരു ആഡംബര ജീവിതം നിനക്ക് ജീവിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും നല്ലൊരു ജീവിതമായിരിക്കും. പിന്നെ നീ പറഞ്ഞതുപോലെ ഈ ഒരു ചാർലിക്ക് സ്വന്തം എന്ന് പറയാനായിട്ട് ആരുമില്ല. അവനെതിരെ കേസെടുത്ത് നടത്താനായിട്ട് ആരും ഉണ്ടാവത്തില്ല. ഇപ്പോ നീ വെളിയിൽ ചെന്ന് പറഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർ ഈ ഒരു കാര്യം അറിയത്തുള്ളൂ. ഈ ഒരു ഡീലിന് നീ ഓക്കെ ആണോ ഇതിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ കുറെ നേരം ആലോചിച്ചിട്ട് അയാളെ നോക്കി നല്ലതുപോലെ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഡീലിന് ഓക്കെ ആണെന്നും പറഞ്ഞ് കൈയും കൊടുക്കുന്നു. പക്ഷെ അങ്ങനെ കൈ കൊടുത്താലും ഹീറോയ്ക്ക് ഇതിനോട് താല്പര്യമില്ലാന്ന് തോന്നുന്നു. കാരണം ചാർലി എന്ന് പറഞ്ഞ ആ ഒരാള് ഹീറോ ആയിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് മുന്നോട്ട് തന്നെ നമുക്ക് പോകുമ്പോൾ കണ്ട് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് ഒരു പണക്കാരന് മനസ്സിലാവാത്ത രീതിയിൽ അയാൾ പറയുന്നതെല്ലാം കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചാർലിയുടെ ശരീരം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഒരിടത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ കുഴിച്ചിടുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അതിന്റെ മുകളിൽ കല്ലെല്ലാം പറക്കി വെച്ചിട്ട് ഇപ്പൊ രണ്ടുപേരും ഈ ഒരു വണ്ടിയുടെ അടുത്തേക്ക് വരുമ്പോൾ പണക്കാരനാണെങ്കിൽ അവന്റെ മുഖം നല്ലതുപോലെ കഴുകുന്ന സമയത്ത് ഹീറോയുടെ ബാഗ് അവന്റെ വണ്ടിയിലുണ്ടായിരുന്നു. അതിൽ ഒരു എമർജൻസി ട്രാൻസ്മിറ്റർ ഉണ്ട്. അതെടുത്ത് ഓണാക്കാനായിട്ട് ഇങ്ങനെ വരുന്നതും വേറെ ഒന്നുമല്ല, ഈ ഒരു ട്രാൻസ്മിറ്റർ ഓണാക്കി കഴിഞ്ഞാൽ പോലീസുകാർക്ക് ഇതിന്റെ സിഗ്നൽ കിട്ടിയിട്ട് അവർ പെട്ടെന്ന് ഈ ഒരു സ്ഥലത്തേക്ക് വരും. അങ്ങനെ ഓൺ ചെയ്യാനായിട്ട് വരുന്ന സമയത്താണ് നമ്മുടെ പണക്കാരൻ പെട്ടെന്ന് ഒരു തോക്കെടുത്തിട്ട് മര്യാദയ്ക്ക് അത് ഓഫ് ചെയ്തോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കാണ്. എന്നിട്ട് അത് എന്റെ അടുത്തേക്ക് ഇട്ട് തരാൻ പറയുമ്പോൾ ഹീറോ വേറെ വഴിയില്ലാതെ അത് അയാളുടെ അടുത്തേക്ക് എറിഞ്ഞിങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ടാണ് ആ ഒരു പണക്കാരൻ പറയുന്നത്, ഞാൻ ഏതൊരു സ്ഥലത്ത് നിന്നാലും ആരോടാണ് ഡീൽ ചെയ്യുന്നത് അതൊന്നും എനിക്ക് പ്രധാനമല്ല. പക്ഷേ അവരോട് ഞാൻ ഒരു തവണ മാത്രമേ ഡീൽ ചെയ്യാറുള്ളൂ. നീയാണെങ്കിൽ എനിക്കെതിരെ ഇപ്പോൾ തിരികെയും കൂടി ചെയ്തു. അതൊരിക്കലും ഞാൻ ക്ഷമിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇത്തിരി മുന്നേ തന്നെ ചിന്തിക്കുന്നിടത്താണ് നീ ഈ ഒരു ഡീലിന് ഒരിക്കലും ഒത്തുപോകത്തില്ല. അതുകൊണ്ട് നിന്റെ ഡ്രസ്സെല്ലാം നീ അഴിക്കാൻ പറയുമ്പോൾ ഹീറോ ഇത് കേട്ട് ചിരിക്കാൻ തുടങ്ങും. പക്ഷെ പണക്കാരനാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ അവനെ ഭീഷണിപ്പെടുത്തുമ്പോൾ വേറെ വഴിയില്ലാതെ ഹീറോ അവന്റെ ഡ്രസ്സെല്ലാം ഇങ്ങനെ ഊരി മാറ്റുകയാണ്. സോറി, അവന്റെ ടീഷർട്ട് മാത്രമേ ഇങ്ങനെ ഉയരത്തുള്ളൂ. അപ്പോൾ പണക്കാരൻ പറയും നിന്റെ പാൻറ് കൂടി അഴിക്കാൻ പറയുമ്പോൾ അവൻ പറയും നിങ്ങളെന്താ തമാശ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് മുന്നിലേക്ക് വരുമ്പോൾ അയാൾ പെട്ടെന്ന് അടുത്തേക്ക് ഷൂട്ട് ചെയ്യുന്നു. ഇത് കണ്ട് പേടിച്ചിട്ട് ഹീറോ ആ ഒരു പാൻറ് കൂടി ഊരി ഇപ്പോൾ ആ ഒരു ജെട്ടി പുറത്ത് നിൽക്കുകയാണ്. എന്നിട്ടാണ് ഇപ്പോൾ അയാളുടെ പ്ലാൻ എന്താണെന്ന് ഇപ്പോൾ പറയാൻ പോകുന്നത്. നമ്മുടെ ഹീറോയെ ഇവിടെ നിർത്തിയിട്ട് ചാർലിയെ കൊന്നത് ഹീറോ ആണെന്ന് വെളിയിൽ പോയി പറയാൻ പോവാണ്. ഹീറോയുടെ മൈൻഡ് ശരിയല്ല, അതുകൊണ്ട് ചാർലിയെ അവ ഷൂട്ട് ചെയ്ത് കൊന്നു. അതെങ്ങനെയാണ് നമ്മുടെ ഹീറോയ്ക്ക് മൈൻഡ് ശരിയാവാതെ പോയത്? അവന്റെ കാമുകി അവനുമായിട്ട് ബ്രേക്കപ്പ് ചെയ്തു പോയി. ആ ഒരു വിഷമത്തിലേ അവൻ മാനസികമായിട്ട് തകർന്നു പോയി. ആ ഒരു കാര്യം തന്നോടും ഒരുപാട് നേരം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്കാണ് ചാർലി അവിടേക്ക് വന്നതും ആ ഒരു ദേഷ്യം കാരണം ചാർലിയെ ഷൂട്ട് ചെയ്ത് കൊന്നതും. ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു പണക്കാരൻ വെളിയിലേക്ക് പോയിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ ഇതെല്ലാം കേൾക്കുന്ന ഹീറോ പറയും, അല്ല നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോഴത്തേക്കാണ് അടുത്തൊരു കാര്യം അയാൾ പറയുന്നത് വേറെ ഒന്നല്ല. ഇതെല്ലാം കണ്ട് ഞാൻ പേടിച്ച് പെട്ടെന്ന് വണ്ടിയെടുത്ത് സിറ്റിയിലേക്ക് പോയി. പക്ഷെ ഹീറോ ആണെങ്കിലോ സിറ്റിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു മരുഭൂമിയിലൂടെ ഓടി ഓടി അവസാനം വെള്ളം കിട്ടാതെ ക്ഷീണിച്ച് മരണപ്പെടുകയാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ വരുത്തി തീർക്കാൻ പോകുന്നതെന്ന് പറയുന്നതും ഹീറോയ്ക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹീറോ ഇപ്പോൾ ആകെ പേടിച്ച് നിൽക്കാണ്. വേറെ ഒന്നല്ല, ഈ ഒരു പണക്കാരൻ ഇപ്പോൾ ഇവിടെ നിന്ന് കാറെടുത്ത് പോകാൻ പോകുന്നില്ല. പകരം ഈ ഒരു തോക്കിന്റെ ബൈനോക്കുലർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഹീറോയെ ഒരു മരുഭൂമിയിലേക്ക് ഓടിക്കും. അപ്പോൾ ഹീറോ ആണെങ്കിലോ വെള്ളം കിട്ടാതെ ഒരുപാട് ദൂരം ഓടി ഓടി അങ്ങനെയാണ് മരിക്കാൻ പോകുന്നത്. അത് ഇയാൾ കാണാൻ പോകുന്നു. എന്നിട്ട് ഹീറോയോട് ഇപ്പോൾ ഓടാൻ പറയുന്നതും ഹീറോയ്ക്ക് വേറെ വഴിയില്ലല്ലോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കൊല്ലും. അതുകൊണ്ട് ഹീറോ ആ ഒരു മരുഭൂമിയിലൂടെ ഇപ്പോൾ ഓടാൻ തുടങ്ങാണ്. എന്റെ മോനെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിലെ ചൂടിൽ തന്നെ വെളിയിൽ നടക്കാൻ കഴിയുന്നില്ല. ഇത്രയും വലിയൊരു മരുഭൂമി, കുറച്ചു ദൂരം പോയി കഴിഞ്ഞാൽ തന്നെ വെള്ളം താ കൊടുത്ത് മരണപ്പെടും. ഹീറോ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയത്തില്ല. അങ്ങനെ ഹീറോ ആയാലും ഇപ്പോൾ ഒരുപാട് കിലോമീറ്റർ ദൂരം നടന്നിങ്ങനെ പോയിട്ട് അവിടെ വലിയ ടവറുകളുണ്ട്. വലിയൊരു കറണ്ടെല്ലാം പാസ് ചെയ്യുന്ന പോസ്റ്റ് ഉണ്ടല്ലോ, അതാണ്. ഇപ്പൊ അതിന്റെ അടുത്തേക്ക് ചെന്ന് അതിൽ ഓരോ നമ്പറുകളുണ്ട്. ആ ഒരു നമ്പര് നോട്ട് ചെയ്ത് അത് ഫോളോ ചെയ്ത് ഇങ്ങനെ പോവാണ്. കാരണം ഇത് ഒരുപാടെണ്ണം വരി വരിയായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് അടുത്തൊരു വലിയ ടവറിന്റെ അടുത്തേക്ക് ചെന്നിട്ടാണ് അതിന്റെ നമ്പർ കണ്ട് അതിനെതിരായിട്ട് ഇങ്ങനെ ഓടാൻ തുടങ്ങുന്നു. കാരണം അവിടെ എന്തോ ഒരു പ്ലാൻ ചെയ്യാനായിട്ടാണ് ഹീറോ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ പണക്കാരൻ കാണുന്നുണ്ട്. അപ്പോൾ പണക്കാരൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മരുഭൂമി വിട്ടിട്ട് ഇവനിപ്പോ എവിടേക്കാ പോകാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ അത് വലിയ കാര്യമാക്കാതെ അവന്റെ ആ ഒരു ചൈനക്കാരനായിട്ടുള്ള ബിസിനസ്സുകാരനുണ്ടല്ലോ അയാളെ വിളിച്ചിട്ട് അയാളോട് ഈ ഒരു ബിസിനസ് ഡീലെല്ലാം ഇങ്ങനെ സംസാരിക്കാണ്ട്. അതേ സമയം ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ എന്തായാലും ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. നല്ല ബുദ്ധിയോടെയാണ് അത് ചെയ്യുന്നത്. കാരണം ഇപ്പൊ ഒരു വലിയ കുഴിയിലേക്ക് ഹീറോ ഓടി വന്നൊരു ഒറ്റച്ചാട്ടം. അതേസമയം ഈ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഈ ഒരു കാര്യം കാണുന്നു. പക്ഷെ എവിടേക്കാണ് ഹീറോ പെട്ടെന്ന് മറഞ്ഞു പോയത് കൊണ്ട് തന്നെ ആ ഒരു സ്ഥലം എവിടെയാണെന്ന് അയാൾക്ക് മനസ്സിലായതുകൊണ്ട് അയാൾ ആ ഒരു ചൈനക്കാരനോട് പറയും ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് അയാളുടെ വണ്ടിയും എടുത്ത് ഹീറോ എവിടേക്കാണ് ചാടിയത് ആ ഒരു സ്ഥലത്തേക്ക് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പോവാണ്. ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ
ഇപ്പൊ ആ ഒരു കുഴിക്കുള്ളിലൂടെ ഓടിപ്പോകുമ്പോഴത്തേക്കും ഒരിടത്ത് എന്തോ ഒരു ഗുഹയുണ്ട്. അതിനകത്തെ അവിടെയുള്ള കല്ലും കമ്പെല്ലാം എടുത്ത് മാറ്റിയിട്ട് അതിനകത്തേക്ക് ഓടിക്കയറും. എന്നിട്ട് ആരും അകത്തേക്ക് കയറി വരാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു കമ്പിൽ താങ്ങി കുറെ കല്ലുകളൊക്കെ ഉണ്ട്. അതെല്ലാം ചവിട്ടിയിടുന്നതും ഈ ഒരു ഗുഹയാണെങ്കിൽ നല്ലതുപോലെ അങ്ങ് മൂടുകയും ചെയ്യുന്നു. അപ്പോൾ വേറെ ആരും കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതേസമയം ഒരു പണക്കാരൻ അവിടേക്ക് വരികയാണ് പെട്ടെന്ന്. ഈ ഒരു സമയം ഹീറോ ഇതെല്ലാം ചവിട്ടി താഴേക്കിടുമ്പോൾ ആ ഒരു ഗുഹയിൽ നിന്നും ഒരുപാട് പൊടിയും മറ്റും കാര്യങ്ങളെല്ലാം വെളിയിലേക്ക് വരുന്നത് കൊണ്ട് ഈ ഒരു പണക്കാരൻ ആ ഒരു കാര്യം എങ്ങനെയോ മനസ്സിലായി. ഈ ഒരു പണക്കാരൻ അത് നല്ലതുപോലെ തന്നെ കാണാൻ കഴിയുമല്ലോ. അങ്ങനെ അതും കണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ അപ്പൊ അയാൾക്ക് മനസ്സിലായി ഇവൻ ഈ ഒരു ഗുഹയ്ക്കകത്തേക്ക് കയറിപ്പോയെന്ന്. അതേസമയം ഹീറോ ആണെങ്കിലോ അതിനുള്ളിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് ഇപ്പൊ അവസാനം അതിനുള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരാൾക്ക് താമസിക്കാൻ കഴിയുന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കാണ്. കുടിക്കാനായിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പണക്കാരനുണ്ടല്ലോ, അയാളുടെ പേര് മേടക്കെന്നാണ്. അയാളാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു വണ്ടിയും എടുത്ത് ഒരു മലയുടെ മുകളിലേക്ക് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നോക്കാണ്. കാരണം ഉയരമുള്ള ഭാഗമായതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും നല്ലതുപോലെ കാണാൻ കഴിയും. അങ്ങനെ നമ്മുടെ ഹീറോ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി സംശയപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ ചുറ്റി നോക്കാണ്. നോക്കുമ്പോഴത്തേക്കും ഒരു സ്ഥലം അയാൾ കണ്ടുപിടിക്കുന്നു. അവിടെ നിന്ന് എന്തൊക്കെയോ പുകയെല്ലാം വരുന്നുണ്ട്. അപ്പൊ ആരോ ഒരാള് ഇവിടെ വീട് പോലെ കെട്ടിയിട്ട് ഇവിടെ താമസിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇയാൾക്ക് മനസ്സിലായി. അതേസമയം ഹീറോ ആണെങ്കിൽ ഒരു പാൻറ്റെല്ലാം എടുത്തിട്ട് തന്റെ കാലിന് നല്ല മുറിവ് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു ഇളകിയ ഭാഗമെല്ലാം വലിച്ചൂരി മാറ്റി ഒരു ഷൂ എടുത്തിടുന്നു. എന്നിട്ടാണ് അവിടെ ഒരുപാട് ഫോട്ടോസ് എല്ലാം ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട്. അതുമല്ല ഈ ഒരു സ്ഥലത്തെ മാപ്പ് ഉണ്ടല്ലോ, ആ ഒരു മാപ്പും അവിടെയുണ്ട്. ഇപ്പൊ ആ ഒരു മാപ്പിൽ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ ആ ഒരു മാപ്പ് നമ്മുടെ ഹീറോ എടുക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ചാർലി ഹീറോ എടുത്ത ആ ഒരു ഫോട്ടോ അവിടെ ഉണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെയാണ് ചാർലി താമസിച്ചുകൊണ്ടിരുന്നതെന്ന്. എന്നിട്ട് ഹീറോ പറയും, ചാർലി നിങ്ങൾ വിഷമിക്കേണ്ട, അവൻ ഒരു കാരണവശാലും രക്ഷപ്പെടത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് മേടക്കെന്ന് പറഞ്ഞ ആ ഒരു ബിസിനസ്സുകാരനുണ്ടല്ലോ, പണക്കാരൻ, അയാൾ ഇവിടേക്ക് വരുന്നു. ഇത് കണ്ട ഹീറോ വീണ്ടും ആ ഒരു തുരങ്കത്തിനുള്ളിലേക്ക് തന്നെ പോയി ഒളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പണക്കാരനായാലും അതിനകത്തേക്ക് വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു മ്യൂസിക് ഇങ്ങനെ പ്ലേ ആവുന്നുണ്ട്. അതിപ്പോ ഓഫ് ചെയ്ത് അവിടെയുള്ള ഒരു ബോക്സ് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഈ ഒരു പാറയെല്ലാം തകർക്കുന്ന ചെറിയ വെടിമരുന്നും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സ്ഥലം മുഴുവനായിട്ടും ഹീറോ അന്വേഷിക്കുമ്പോഴത്തേക്കും ഹീറോ ഇതിനകത്ത് ഒളിച്ചിരിക്കുന്നത് കൊണ്ട് അവന് കാണാൻ കഴിയുന്നില്ല. അപ്പോഴേ ഹീറോ ഒളിച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരു കല്ലിങ്ങനെ വന്ന് വീഴുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഹീറോ അവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പണക്കാരന് മനസ്സിലായി. ഓക്കെ, ഇപ്പൊ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും അവൻ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് അവനെ വെളിയിൽ ഇറക്കാൻ വേണ്ടി ആ ഒരു പാറയൊക്കെ തകർക്കുന്ന വെടിമരുന്നുണ്ടല്ലോ അതിൽ 2 എണ്ണം കത്തിച്ച് ഹീറോ ഉള്ള ആ ഒരു സ്ഥലത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ടാണ് പറയുന്നത്, നീ എന്തായാലും വെളിയിലേക്ക് വരുമെന്ന് എനിക്കറിയാം, ഇല്ലാന്നുണ്ടെങ്കിൽ നീ മരിക്കും, അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്നും പറഞ്ഞ് അയാൾ ബാക്കിയുള്ള ആ ഒരു ബോക്സും എടുത്ത് വെളിയിലേക്ക് ഇങ്ങനെ ഓടാണ്. അപ്പൊ അയാൾ അവിടെ നിന്ന് പോയതും ഹീറോ ഇപ്പോൾ പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് ആ ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന ബോംബുണ്ടല്ലോ അത് അണയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ വെപ്രാളത്തിൽ അവനെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോൾ അത് പൊട്ടുന്നതിന് മുന്നേ തന്നെ ഹീറോ ഓടി ഇതിന് വെളിയിലേക്ക് വരുന്നതും അത് പെട്ടെന്നങ്ങ് പൊട്ടിത്തെറിക്കും. അതിന് മുന്നേ തന്നെ ഹീറോ വെളിയിലേക്ക് വരുന്നത് കൊണ്ട് അവന് വലിയ കുഴപ്പമില്ല. പക്ഷേ ദേഹത്തെല്ലാം ചെറിയ മുറിവുകളൊക്കെ ഉണ്ട്, രക്തം വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പണക്കാരനായാലും ഹീറോയെ നോക്കുമ്പോൾ ഹീറോ അവനെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ പണക്കാരനെ എന്തുകൊണ്ടാണ് ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നീ എന്താ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ ഈ ഒരു സ്ഥലം മനഃപൂർവ്വം ബോംബ് വെച്ച് തകർക്കാൻ ശ്രമിച്ചു, ഇതെന്തായാലും ഞാൻ പോലീസിനോട് പോയി പറയും. അപ്പോൾ പണക്കാരൻ പറയും, ഒരിക്കലും അങ്ങനെയല്ല, നീ ചാർലി എന്ന് പറഞ്ഞ അയാളെ ദേഷ്യം കാരണം ഷൂട്ട് ചെയ്ത് കൊന്നു, അത് കഴിഞ്ഞ് അയാളുടെ സ്വന്തം സ്ഥലം അത് നീ ബോംബ് വെച്ച് തകർത്തു, അങ്ങനെയാണ് ഞാൻ പറയാൻ പോകുന്നത്. പോലീസ് എന്തായാലും അത് വിശ്വസിക്കും, നിനക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് അത് വലിയൊരു ഷോക്കായിപ്പോയി. അതുമല്ല ചാർലിയുടെ സ്വന്തം സ്ഥലമാണ്, ഇവിടെ ഒരുപാട് സ്ഥലം ചാർലിക്കുണ്ട്, അതുകൊണ്ടാണ് ചാർലി ഈ ഒരു സ്ഥലത്ത് താമസിക്കുന്നത്. അതുമല്ല ആ ഒരു മാപ്പിൽ സീക്രട്ട് ആയിട്ട് കുറെ സാധനങ്ങൾ പലയിടങ്ങളിലായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ആ ഒരു കാര്യം എന്തായാലും ഹീറോയ്ക്ക് അറിയാം, കാരണം ഹീറോ ഒരുപാട് കാലം ചാർലിയോടൊപ്പം താമസിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പണക്കാരൻ പറയും, ഓക്കെ നിന്റെ പാൻറ്റിന്റെ പോക്കറ്റ് വെളിയിലേക്ക് എടുത്തിടാൻ പറയുമ്പോൾ, കാരണം എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിലോ. അപ്പോൾ ഹീറോ ആയാലും അതെടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്, ഒന്നുമില്ല. അപ്പോൾ ആ ഒരു മാപ്പ് എവിടെയാണെന്ന് വെച്ചാൽ പാൻറ്റിനകത്തല്ല ജെട്ടിക്കകത്താണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഒരു പാൻറ് ഊരാനായിട്ട് വരുമ്പോഴത്തേക്കും പണക്കാരൻ പറയും, ഹേയ് പാൻറ്റൊന്നും ഊരണ്ട, അതിട്ടേക്ക്, പക്ഷെ നിന്റെ ഷൂ എന്തായാലും ഊരിയിടണമെന്ന് പറയുമ്പോൾ ഹീറോ ആ ഒരു ഷൂ അങ്ങ് അഴിച്ചിടാണ്. എന്നിട്ട് പറയും, ഇനി നീ ഒരു മരുഭൂമിയിലൂടെ നടന്നു, ഒരുപാട് ദൂരം നടന്ന് ആഹാരവും കിട്ടാതെ വെള്ളവും കിട്ടാതെ നിന്റെ എനർജിയും പോയിട്ട് നീ മരണപ്പെടണം, അതാണ് എനിക്ക് ആവശ്യം. അങ്ങനെ വേറെ വഴിയില്ലാതെ നമ്മുടെ ഹീറോ ആയാലും വീണ്ടും നടക്കാൻ തുടങ്ങുന്നു. ഒരുപാട് ദൂരം നടന്നതിന് ശേഷം ആ ഒരു മാപ്പ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇവിടെ അടുത്തായിട്ട് ഒരു സ്ഥലം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് നടന്നു പോകുമ്പോഴത്തേക്കും ഹീറോയുടെ കയ്യിൽ ഒരു വാക്കി ടോക്കി ഇയാൾ കൊടുത്തു വിട്ടെന്ന് തോന്നുന്നു. ഇപ്പൊ അതിലൂടെ ഇയാൾ പറയാണ്, മര്യാദയ്ക്ക് ആ ഒരു സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വന്നോ, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് കൊല്ലുമെന്ന് പറയുമ്പോൾ ഹീറോ ഇതൊന്നും കേൾക്കുന്നില്ല. അവനാണെങ്കിൽ അകത്തേക്ക് ചെന്നിട്ട് അവിടെയുള്ള ഒരു സോഫ വലിച്ചു കീറി അതിലുള്ള പഞ്ഞിയെല്ലാം എടുത്തു വെച്ച് തന്റെ കാലിങ്ങനെ കെട്ടുകയാണ്. കാരണം വെറും കാലിൽ എന്തായാലും നടക്കാൻ പറ്റത്തില്ലല്ലോ.
അപ്പോൾ നമ്മുടെ പണക്കാരനായാലും ഒരുപാട് നേരം അവനോട് പറഞ്ഞു നോക്കിയിട്ടും അവൻ അത് കേൾക്കാത്തത് കൊണ്ട് ഓക്കെ ഞാൻ ഇപ്പോൾ അവിടേക്ക് ഇറങ്ങി വരാൻ പോവാണ്, എന്തായാലും നിന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുമെന്നും പറഞ്ഞ് വണ്ടി എടുക്കാനായിട്ട് വരുന്നതും ഹീറോ അതിന് മുന്നേ തന്നെ അവന്റെ കാലിൽ ആ ഒരു പഞ്ഞിയെല്ലാം വെച്ച് കെട്ടിയിട്ട് പതിയെ മുകളിലേക്ക് കയറി വരും. അപ്പോൾ അയാൾ പറയും ഓക്കെ നിന്നെ സമ്മതിച്ചു, നീ എന്തായാലും ബുദ്ധിശാലി തന്നെയാണ്. അത് കഴിഞ്ഞ് ഹീറോ ഇപ്പോൾ വീണ്ടും കുറേ ദൂരം ഇങ്ങനെ നടക്കാൻ തുടങ്ങുന്നു, കിലോമീറ്ററോളം. എന്നിട്ട് ഒരു മലയുടെ മുകളിലേക്ക് കയറാണ്. ഈ ഒരു കല്ലും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇയാൾക്ക് പുറകെ ഫോളോ ചെയ്ത് വരാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ ഒരു മല ചുറ്റിയാണ് ഇയാൾ വരുന്നത്. പക്ഷെ അതിനു മുന്നേ തന്നെ ഈ ഒരു മാപ്പിൽ മാർക്ക് ചെയ്തൊരു സ്ഥലം, ആ ഒരു സ്ഥലം ഹീറോ കണ്ടുപിടിക്കും. അങ്ങനെ അവിടേക്ക് ചെന്നിട്ട് ഇപ്പൊ ആ ഒരു സ്ഥലത്ത് എന്തോ ഒരു ബോക്സ് കുഴിച്ചിട്ടുണ്ട്. അത് വന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു സ്ലിംഗ് ഷൂട്ട് എന്ന് പറയുമല്ലോ, ആ ഒരു കാര്യമാണ് അതിനകത്തുള്ളത്. അതുമല്ല അതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഗോലി കാര്യങ്ങൾ അതെല്ലാം അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതും ഇരുമ്പ് ബോളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു തോക്കിന്റെ അത്രയും പവർ ഇല്ലാന്നുണ്ടെങ്കിലും അത്യാവശ്യം ഇത് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഈ ആടി കൊള്ളുന്നവൻ ഒന്ന് അനുഭവിക്കും. അങ്ങനെ അത് നമ്മുടെ പണക്കാരൻ കാണാതെ എടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ട് അവിടെ ഒരു വെള്ളം നിറച്ച ക്യാൻ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതും എടുത്ത് ഈ പണക്കാരൻ കാണാതെ ഓടി ഒരിടത്തേക്ക് വന്ന് കിടന്ന് അതെടുത്ത് ഇങ്ങനെ കുടിക്കുന്നു. ഒരു 2 കവള് മാത്രമേ കുടിക്കത്തുള്ളൂ. അതിന് മുന്നേ തന്നെ മേടാക്കെന്ന് പറഞ്ഞ ഒരു പണക്കാരൻ അവിടേക്ക് വന്നിട്ട് ആ ഒരു ക്യാൻ ഉണ്ടല്ലോ അത് ഷൂട്ട് ചെയ്തങ്ങ് തകർക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇതായാലും അവന്റെ അടുത്ത് നിന്ന് തെറിച്ച് കുറെ ദൂരമായിട്ട് വന്ന് വീഴുന്നതും ഹീറോയ്ക്ക് ഇപ്പോൾ നല്ല ദാഹമുണ്ട്. അതോടെ ഇപ്പൊ അത് കുടിക്കാനും കഴിയത്തില്ല. ഇത് കണ്ട ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ഇപ്പൊ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാതെ വീണ്ടും കുറെ ദൂരം നടക്കാൻ തുടങ്ങും. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് ഈ ഒരു പണക്കാരനുണ്ടല്ലോ അവനെ വെള്ളം കുടിക്കാൻ സമ്മതിക്കാതെ അയാളിപ്പോ ഒരു ഗ്ലാസ് എടുത്ത് വെച്ച് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് പതിയെ ഇങ്ങനെ കുടിക്കുന്ന സമാധാനത്തില്. എന്നിട്ട് അവിടെ ഒരു ചെയർ എടുത്തിട്ട് അവനോടിപ്പോ വാക്കി ടോക്കിൽ സംസാരിക്കാണ്. നീ സൂര്യനെ കണ്ടോ? സൂര്യൻ ഇപ്പോ നിന്റെ എനർജി നല്ലതുപോലെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഉടനെ തന്നെ മരിക്കാൻ പോവാണ്ട, അത് ഞാൻ ഇവിടെ ഇരുന്ന് കാണാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഹീറോ ആയാലും സൂര്യനെ നോക്കാണ്. അങ്ങനെ വീണ്ടും നടക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പൊ അവന് ഒട്ടും എനർജി ഇല്ല. ആ ഒരു സമയത്താണ് കുറച്ച് ദൂരെയായിട്ട് ഒരു പാറ ഇങ്ങനെ കാണുന്നത്. ഓക്കെ എന്തായാലും ആ ഒരു പാറയുടെ അടുത്തേക്ക് പോവാന്നും പറഞ്ഞ് പെട്ടെന്ന് ഓടാൻ തുടങ്ങും. അങ്ങനെ ഓടി പോകുമ്പോഴത്തേക്കും അതിനു മുന്നേ തന്നെ ഹീറോയുടെ എനർജി പതിയെ പതിയെ കുറഞ്ഞ് ഇപ്പോൾ ബോധമില്ലാതെ നേരെ താഴേക്കൊന്ന് വീഴാണ്. അതേസമയം ആ ഒരു പണക്കാരൻ ഇപ്പോൾ വണ്ടിയെടുത്ത് പുറകെ വരുന്നു. ഇപ്പൊ കാണിക്കുമ്പോൾ ഹീറോ താഴെ തന്നെ കിടക്കാണ്. പക്ഷെ അവന്റെ കണ്ണ് തുറന്നു വെച്ചിട്ടുണ്ട്. അയ്യോ പാവം ഇത്രയും ദൂരം നടന്നിട്ട് ഇനി മരിച്ചു പോയോ എന്തോ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെ പണക്കാരനായാലും നേരെ അവിടേക്ക് വന്ന് ഇറങ്ങിയിട്ട് അവനെ തന്നെ കുറേ നേരമായിട്ട് ഇങ്ങനെ നോക്കാണ്. എന്നിട്ട് അവന്റെ അടുത്തേക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യും. ദേഹത്ത് ഷൂട്ട് ചെയ്തില്ല, അടുത്തേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പേടി കാരണം അവ എഴുന്നേൽക്കുമെന്നാണ്. പക്ഷേ ഹീറോ അനങ്ങുന്നില്ല. അയ്യോ അവൻ മരിച്ചോ എന്തോ. അങ്ങനെ പണക്കാരനായാലും അവൻ മരിച്ചെന്ന് കൺഫേം ചെയ്തിട്ട് ആ ഒരു വണ്ടി എടുത്ത് അവിടെ നിന്ന് അങ്ങ് പോകുന്നു. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോകുന്നതും നമ്മുടെ ഹീറോയുടെ കണ്ണനങ്ങുന്നുണ്ട്. അവിടെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഹീറോ മരിച്ചിട്ടില്ല, പക്ഷെ അവന് ഒട്ടും എനർജി ഇല്ല. ആ ഒരു സമയത്ത് അവന്റെ മൈൻഡിൽ എന്തോ ഒരു കാര്യം വരുന്നുണ്ട്. ഏതോ ഒരു പാറയ്ക്കുള്ളിലെ കുറച്ച് വെള്ളമുണ്ട്. അവിടെ അവനും അവന്റെ കാമുകിയും കൂടി ചേർന്ന് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. ആ ഒരു കാര്യമാണ് അവന്റെ മൈൻഡ് മുഴുവനായിട്ട് ഇപ്പോൾ ഓടുന്നത്. അതേസമയം കാറിനകത്തേക്ക് വന്ന നമ്മുടെ പണക്കാരനുണ്ടല്ലോ അയാളിപ്പോൾ ആ ഒരു ചൈനക്കാരനോട് $120 മില്യൺ അതിനൊരു ബിസിനസ് സംസാരിച്ച് ഇങ്ങനെ ഡീൽ ചെയ്യാണ്. എന്നിട്ട് പെട്ടെന്ന് നമ്മുടെ ഹീറോയെ നോക്കുമ്പോഴത്തേക്കാണ് എന്റെ മോനെ നമ്മുടെ ഹീറോയെ അവിടെ കാണാനില്ല. പെട്ടെന്ന് മറ്റിടത്തേക്ക് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ദൂരെയായിട്ടൊരു മലയുണ്ട്. അതിന് മുകളിലേക്ക് ഹീറോ ഇപ്പോൾ വലിഞ്ഞടിച്ച് കയറുന്നു. ഓഹോ അപ്പൊ നീ മരിച്ചില്ലല്ലടാന്നും പറഞ്ഞിട്ട് അവൻ അത്രയും ദേഷ്യമായി. വെറുതെ എന്നെ ഇട്ട് കഷ്ടപ്പെടുത്താൻ വേണ്ടി എന്നും പറഞ്ഞ് ഇവൻ പെട്ടെന്ന് ആ ഒരു വണ്ടിയെടുത്ത് ആ ഒരു മലയുടെ അടുത്തേക്ക് പോവാതെ വണ്ടിയിൽ നിന്നിറങ്ങി അവന്റെ ആ ഒരു തോക്ക് വെച്ച് അവനെ എയിം ചെയ്യാണ്. കാരണം അതിനു മുന്നേ തന്നെ ഹീറോ ഏതെങ്കിലും പാറയുടെ ഇടയിലേക്ക് കയറി ഒളിച്ചാലോ. എന്നിട്ട് അവനെ എയിം ചെയ്ത് ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് ബുള്ളറ്റ് അവന്റെ ദേഹത്ത് കൊള്ളുന്നില്ല. ഇപ്പൊ എത്ര വില കൂടിയ തോക്കാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ മക്കളെ എന്നുള്ള അവസ്ഥയായിപ്പോയി. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ഹീറോ ആയാലും ഒരു പാറയുടെ ഇടയിലേക്ക് പോയി ഒളിച്ചങ്ങനെ ഇരിക്കുന്നതും ഇയാൾക്ക് ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അതിനുശേഷം ആ ഒരു വണ്ടിയെടുത്ത് ഇപ്പോൾ ഈ ഒരു മലയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ഹീറോ ആയാലും ആ ഒരു മലയുടെ മുകളിലേക്ക് കയറിയിട്ട് ഇപ്പോൾ ഒരു ചെറിയ ഹോൾ കാണുന്നുണ്ട്. അതിനുള്ളിലൂടെ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അതിനകത്താണ് നമ്മുടെ ഹീറോ നേരത്തെ കണ്ടിരുന്നല്ലോ തന്റെ കാമുകിയായിട്ടിരുന്ന ഒരു സ്ഥലം, ആ ഒരു കുഴിയുള്ളത്. പക്ഷെ അവിടെ ഇപ്പോൾ വെള്ളമില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ഇതിന് മുകളിൽ കയറിയിട്ട് ഇപ്പോൾ വെള്ളവും ഇല്ല, താഴെയാണെങ്കിൽ വില്ലനും ഉണ്ട്. ഇപ്പൊ അതും കൂടി കണ്ട് ദേഷ്യപ്പെട്ട് നേരെ ആ ഒരു കുഴിയുടെ അടുത്തേക്ക് വന്നിട്ട് വെള്ളം എവിടെ പോയി എന്നും പറഞ്ഞ് അലറി ഇങ്ങനെ വിളിക്കാണ്. ആ ഒരു സമയം താഴെ നമ്മുടെ വില്ലൻ ഉണ്ടല്ലോ അവനിപ്പോ ഹീറോ ആ ഒരു വാക്കി ടോക്കിലൂടെ ഹീറോ എടാ മര്യാദയ്ക്ക് നീ വെളിയിലേക്ക് വരുന്നതാണ് നല്ലത്, ഇത്തവണ എന്തായാലും എന്നെ പറ്റിക്കാനായിട്ട് കഴിയത്തില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് വെളിയിലേക്ക് ഇറങ്ങി വരുന്നതാണ് നല്ലത് എന്നെല്ലാം പറയുമ്പോൾ ഹീറോ എന്തായാലും ഇവിടെ നിന്ന് പോകുന്ന ലക്ഷണമില്ല. കാരണം മരിച്ചാലും ഇവിടെ തന്നെ മരിക്കാം എന്നുള്ള രീതിയിൽ അവിടെ തന്നെ കിടക്കുകയാണ്. അങ്ങനെ കിടന്ന് ഇപ്പോൾ രാത്രിയായി. ആ ഒരു സമയത്താണ് ഇവിടേക്ക് വെള്ളം ഇങ്ങനെ ഊറി വരുന്നു. എന്താണെന്ന് വെച്ചാൽ പകൽ സമയത്ത് ഇവിടേക്ക് വെള്ളം വരത്തില്ല, രാത്രിയാണ് വെള്ളം ഊറി വരുന്നത്. ഇത് കാണുന്നത് ഹീറോയ്ക്ക് സന്തോഷമായിട്ട് ഒരുപാട് വെള്ളം വയറ് നിറച്ചിങ്ങനെ കുടിക്കും. ഇവിടെ വെളിയിൽ കാണിക്കുമ്പോൾ നമ്മുടെ പണക്കാരനുണ്ടല്ലോ
അവൻ ഇപ്പോഴും അവന്റെ വണ്ടിയുടെ ആ ഒരു ലൈറ്റ് എല്ലാം ഓൺ ചെയ്തിട്ട് ഹീറോ കയറിപ്പോയ ആ ഒരു ഹോൾ ഉണ്ടല്ലോ അതിലേക്ക് തന്നെ നോക്കി ഇങ്ങനെ നിൽക്കാണ് ഹീറോ ഇറങ്ങി വരുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. അതേ സമയം ഇവിടെയാണെങ്കിലോ നമ്മുടെ ഹീറോ ഒരുപാട് വെള്ളമെല്ലാം കുടിച്ചിപ്പോൾ എനർജി കിട്ടിയത് കൊണ്ട് തന്നെ അടുത്ത് കുറെ കല്ലുകളെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അവന്റെ കയ്യിലുള്ള ആ ഒരു സ്ലിംഗ് ഷൂട്ട് വെച്ച് അതെല്ലാം അടിച്ചിങ്ങനെ എയിം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാണ്. അത് കറക്റ്റായിട്ട് തന്നെ കൊള്ളിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഹീറോയ്ക്ക് തോക്ക് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഷൂട്ട് ചെയ്യാൻ അറിയാം. അപ്പൊ തന്നെ അവന് എയിം ചെയ്ത് കൊള്ളിക്കാൻ അറിയാമെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ അതെല്ലാം നല്ലതുപോലെ ചെയ്തിട്ട് ആ ഒരു ഹോള് വഴി നോക്കുമ്പോഴത്തേക്കും ആ ലൈറ്റ് അകത്തേക്ക് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് വന്ന വഴി തന്നെ വെളിയിലേക്ക് പോകരുതെന്ന് ഹീറോ തീരുമാനിക്കും. അതുപോലെ ഇതിനകത്ത് മറ്റൊരു വഴിയുണ്ട്, അതുവഴിയെ പുറത്തേക്ക് പോകാൻ തീരുമാനമെടുത്ത് അതിലേക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ പണക്കാരനെ കാണിക്കുമ്പോൾ അവൻ എന്തായാലും ഇപ്പോൾ വെളിയിലേക്ക് വരത്തില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ ചെയറൊക്കെ ഇട്ട് തീയെല്ലാം കത്തിച്ച് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വെയിറ്റ് ചെയ്തിരുന്നു ഇപ്പോൾ വരും. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോ മറ്റൊരു വഴിയെ വന്ന് ഇവനിങ്ങനെ വാച്ച് ചെയ്യാണ്. ആ ഒരു സമയത്ത് നമ്മുടെ പണക്കാരൻ പതി അവിടെ നിന്ന് എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാനായിട്ട് പോകുന്ന ആ ഒരു സമയം ഹീറോ ഓടി ആ ഒരു വണ്ടിയുടെ അടുത്തേക്ക് വന്ന് ഡോർ തുറന്ന് അവന്റെ ലൈറ്റ് അങ്ങ് അണച്ചിട്ട് ഒരു ഷർട്ട് ഇങ്ങനെ എടുക്കും. എന്നിട്ട് ഡോർ അടച്ചാൽ ശബ്ദം കേൾക്കുമെന്ന് വിചാരിച്ച് അത് പകുതിയിൽ അടച്ചു വെച്ച് അവൻ അവിടെ നിന്നും ഓടി അങ്ങ് പോകുന്നതും ഇപ്പോൾ മൂത്രമൊഴിച്ച് കഴിഞ്ഞ് അയാൾ നേരെ വണ്ടിയുടെ അടുത്ത് കയറിയുമ്പോൾ ഡോർ തുറന്നു കിടക്കുന്നു. അകത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും വണ്ടിക്കകത്തെ ആ ഒരു ലൈറ്റ് ഓഫായി കിടക്കാണ്. ഇനിയിപ്പോൾ ഞാൻ തന്നെയാണ് അടച്ചത്. ഇനിയിപ്പോൾ ഡോർ അടച്ചപ്പോഴത്തേക്കും ഓഫായി പോയതാണോ അതറിയാൻ വേണ്ടി ഡോർ അടച്ചിങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ലൈറ്റ് ഓഫ് ആവുന്നില്ല. അങ്ങനെ നേരെ ഇപ്പുറത്തെ വശത്തേക്ക് വന്നിട്ട് അവിടെയുള്ള ഡോർ തുറക്കുമ്പോഴത്തേക്കും അത് അടച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവന് മനസ്സിലായി ഹീറോ ഇവിടെ തന്നെ ഉണ്ടെന്ന്. പക്ഷെ എവിടെയാണ് ഹീറോ ഉള്ളതെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അയാൾ പതിയെ വണ്ടിക്കകത്തേക്ക് കയറിയിരിക്കുകയാണ്. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഹീറോ ഇപ്പോൾ ഉള്ളത് ആ ഒരു വണ്ടിയുടെ പുറകിലെ. അങ്ങനെ ആ ഒരു കാര്യം ഈ പണക്കാരൻ കാണുന്നു. പെട്ടെന്ന് വണ്ടി റിവേഴ്സിലെടുത്ത് അവനെ വണ്ടി കയറ്റി കൊല്ലാന്ന് വിചാരിക്കുമ്പോൾ ഹീറോ അതിനടിയിലങ്ങ് കിടക്കും. അതുകൊണ്ട് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. അങ്ങനെ പുറകിലേക്ക് പോയിട്ട് വീണ്ടും നമ്മുടെ ഹീറോയെ ഇടിക്കാന്നും പറഞ്ഞ് വണ്ടി മുന്നിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ഹീറോ അതിന് മുന്നേ തന്നെ ഓടി അടുത്ത് ഈ പാറകളുണ്ടല്ലോ അതിനിടയിലേക്ക് കയറി ഒളിച്ചങ്ങിരിക്കും. പക്ഷെ പണക്കാരൻ വെറുതെ ഇരിക്കാന്നാണോ അയാൾ പെട്ടെന്ന് വണ്ടിയുടെ മുകളിലേക്ക് കയറി നിന്നിട്ട് ആ ഒരു പാറയെല്ലാം പൊട്ടിക്കുന്ന ബോംബുണ്ടല്ലോ അത് കത്തിച്ച് ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കാണ്. എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ഹീറോ ആ ഒരു ബോംബിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് പലയിടങ്ങളിലായിട്ട് ഓടി ഓടി ഇങ്ങനെ രക്ഷപ്പെടുന്നു. ആ ഒരു സമയത്ത് ഹീറോ ഓടി വന്നൊരു പാറയുടെ അടുത്തേക്ക് ഒളിച്ചിങ്ങനെ കിടക്കുന്നതും ഇയാൾ ദേഷ്യം കാരണം ഈ ഒരു ബോംബ് തീർന്നുപോയി. അതുകൊണ്ട് തോക്കെടുത്ത് ആ ഒരു പാറയിലേക്ക് ഷൂട്ട് ചെയ്ത് ഇപ്പോൾ ബുള്ളറ്റ് തീരുന്നത് വരെ ഷൂട്ട് ചെയ്യും. എന്താന്ന് വെച്ചാൽ ആ ഒരു പാറ തകർത്ത് ഇവനെ കൊല്ലാന്നുള്ള രീതിയിൽ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ബുള്ളറ്റ് തീർന്നു പോയല്ലോ. അതുകൊണ്ട് റീലോഡ് ചെയ്യാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഹീറോ ആ ഒരു സ്ലിംഗ് ഷോട്ടും കൊണ്ട് അവന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നു. ഇത് കണ്ട അയാൾ നല്ലതുപോലെ പേടിച്ചു പോകും. ഹീറോ ആണെങ്കിലും അത്രയും ദേഷ്യം. എന്നിട്ട് അതില് ആ ഒരു ഇരുമ്പ് ബോൾ ഉണ്ടല്ലോ അത് വെച്ച് എയിം ചെയ്ത് അവന്റെ നെറ്റിയിലേക്ക് ഒരു ഒറ്റയടി കൊണ്ട് ഉടനെ അയാളുടെ ബോധം പോയി നേരെ വണ്ടിക്കകത്തേക്ക് വന്ന് വീഴും. അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ അടുത്ത ദിവസമായി അപ്പോഴേക്കാണ് നമ്മുടെ പണക്കാരനെ കൈയും കാലെല്ലാം കെട്ടി ആ ഒരു വണ്ടിക്കകത്ത് തന്നെ ഇട്ടേക്കുന്നു. എന്നിട്ട് അയാൾ കൊണ്ടുവന്ന ആഹാരം അതേപോലെ തന്നെ വെള്ളം ഇതെല്ലാം എടുത്ത് കഴിക്കുന്നുണ്ട്. എന്നിട്ട് നേരെ വണ്ടിക്കകത്തേക്ക് കയറി അയാളോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ പറയും ഓക്കെ നമുക്ക് നോക്കാം ഇതിൽ ആരാണ് പെടാൻ പോകുന്നതെന്ന്. എന്തായാലും നീ തന്നെ പെടുമെന്ന് പറയുമ്പോൾ ഹീറോ പറയും ഒരിക്കലുമില്ല അത് നിങ്ങളായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത് ഓക്കെ ഞാൻ നിനക്ക് $1 മില്യൺ തരാം, എന്നെ വെറുതെ വിടാൻ കഴിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇത്രയും ചെയ്തിട്ട് ചകരി തലയാ നിന്നെ എനിക്ക് വെറുതെ വിടാനോ ഒരിക്കലും ഇല്ലാന്നും പറഞ്ഞ് അയാളെ കൂട്ടി നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ടാണ് അവിടെയുള്ള ആ ഒരു പോലീസുകാരനോട് പറയുന്നത് ഇതുപോലെ നമ്മുടെ ചാർലിയെ ഇവ ഷൂട്ട് ചെയ്ത് കൊന്നു, ബോഡി വണ്ടിയിലുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പണക്കാരൻ പറയും ഓക്കെ ശരി ഞാനൊരു ഫോൺ കോൾ ചെയ്തോട്ടെ, അതിനുള്ള അവകാശം എനിക്ക് എന്തായാലും ഉണ്ട്, നിങ്ങൾ എന്താ വിചാരിക്കുന്നത് എന്നാ ഒരു പോലീസുകാരനോട് ചോദിക്കുമ്പോൾ ഓക്കെ കോൾ ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ പോലീസുകാരൻ ഹീറോയോട് അവിടെ എന്താണ് നടന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ നടന്ന കാര്യം പറഞ്ഞിട്ടാണ് അയാളാണ് അവനെ ഷൂട്ട് ചെയ്ത് കൊന്നത്, അതുകൊണ്ട് നിങ്ങൾ അയാൾ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ പോലീസുകാരൻ പറയും പക്ഷെ അവൻ പറയുന്നത് നീയാണെന്നാണല്ലോ, അതുകൊണ്ട് എനിക്ക് ഈ രണ്ടുപേരെയും പിടിക്കേണ്ടി വരും, ഇപ്പോൾ ഞാൻ ആരെയാ വിശ്വസിക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോഴാണ് ഹീറോ പറയുന്നത് എന്നെ വിശ്വസിക്കാനായിട്ട് എനിക്ക് ഈ പണമൊന്നും തരാൻ കഴിയത്തില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വിശ്വസിച്ചേ മതിയാവൂ. പോലീസുകാരനായാലും പറയും ഓക്കെ എനിക്കൊന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞിട്ട് ഹീറോയെ സെല്ലിലേക്ക് അടയ്ക്കാണ്. കുറച്ചു കഴിഞ്ഞ് വീണ്ടും അയാൾ അകത്തേക്ക് കയറി വന്ന് ആ ഒരു ആടിനെ വേട്ടയാടാനായിട്ട് നിനക്ക് എത്ര പണം അയാൾ തന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഹീറോ പറയും എനിക്ക് 1 മില്യൺ തന്നു. ഇത് കേൾക്കുമ്പോൾ ആ ഒരു പോലീസുകാരൻ ഓക്കെ നീ വെളിയിൽ പോയിക്കോന്നും പറഞ്ഞിട്ട് ഹീറോയെ വെളിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. വേറെ ഒന്നുമല്ല നമ്മുടെ പോലീസുകാരൻ നല്ലവനായെന്ന് തോന്നുന്നു, ഇനിയിപ്പോൾ കൈക്കൂലിയൊന്നും വാങ്ങാതെ നല്ല രീതിയിൽ ജീവിക്കാൻ തീരുമാനിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ ഹീറോ ആയാലും വെളിയിലേക്ക് വരുമ്പോൾ നമ്മുടെ പണക്കാരൻ ഹീറോയെ കണ്ടിട്ട് ഓക്കെ അപ്പോൾ നീ പറഞ്ഞതുപോലെ തന്നെ നീ തന്നെ ജയിച്ചിട്ടുണ്ട്, പക്ഷേ ഇതാണ് നിന്റെ അവസാനത്തെ വിജയം, ഇത് നല്ലതുപോലെ നീ സന്തോഷിച്ചോ, കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് ഇത് ഇല്ലാതാവും എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ പോലീസുകാരനോട് പറയും എനിക്കൊന്ന് കുളിക്കണം, അതെന്റെ അവകാശമാണ്, വക്കീൽ വന്നു കഴിഞ്ഞാലേ ഇതിന് സമ്മതിച്ചില്ലാന്ന് ഞാൻ വക്കീലിനോട് പറയും എന്ന് പറയുമ്പോഴത്തേക്കും ഇവരായാലും അയാളെ നേരെ ബാത്റൂമിനടുത്തേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് ഇവരായാലും ഇപ്പോൾ
മേഡാക്കിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഈ ഡേറ്റാസ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് അമേരിക്കക്കാരുടെ ജോബ്സ് എല്ലാം ഇപ്പൊ മറ്റ് രാജ്യങ്ങളിലേക്ക് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതുമല്ല അവന്റെ ബിസിനസ് ആണെങ്കിൽ അത്ര നല്ല രീതിയിലല്ല നടക്കുന്നത്. ഇപ്പൊ അമേരിക്കക്കാർക്ക് ജോബ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏഷ്യക്കാർക്കെല്ലാം ഇവരുടെ ജോലി കൊടുക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്കക്കാർക്ക് ജോബ്സ് ഇല്ലാതെ വരും. ഏഷ്യക്കാർക്കാണെങ്കിൽ കുറഞ്ഞ സാലറിയിലായിരിക്കും ഇവർ ജോലി കൊടുക്കുന്നത്. അതിലൂടെ നമ്മുടെ പണക്കാരൻ നല്ല രീതിയിൽ ലാഭവും കണ്ടെത്തുന്നു. അങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കി ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വെളിയിൽ ഒരു ഹെലികോപ്റ്റർ വരുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പോൾ തന്നെ ഹീറോയ്ക്ക് മനസ്സിലായി ഇത് അവൻ തന്നെയാണ് ചെയ്തത്. അവൻ ആ ഒരു ഫോൺ എടുത്ത് വിളിച്ചത് ഈ ഒരു ഹെലികോപ്റ്ററിനെയാണ്. അവൻ രക്ഷപ്പെട്ടു പോകാനായിട്ടാണ് ശ്രമിക്കുന്നതെന്നും പറഞ്ഞ് ഹീറോ പെട്ടെന്ന് വീടിലേക്ക് ഓടി ഇറങ്ങി ഇങ്ങനെ വന്ന് നിൽക്കാണ്. നോക്കുമ്പോഴത്തേക്കും ഹീറോ വിചാരിച്ചതുപോലെ തന്നെയാണ് അയാൾ പതിയെ ആ ഒരു ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരു ഹെലികോപ്റ്ററിലേക്ക് കയറി മുകളിലേക്ക് പോകുന്നത് നമ്മുടെ ഹീറോ വിചാരിച്ചതുപോലെ അവന് ആ ഒരു ശിക്ഷ കിട്ടിയില്ലല്ലോ എന്നുള്ള രീതിയിൽ ഹീറോ നല്ലതുപോലെ അലറി വിളിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ നേരെ പോകുന്നത് അവന്റെ വീട്ടിലേക്കല്ല, അവന്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചെന്ന് രണ്ടുപേരും കണ്ടുമുട്ടിയിട്ട് ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ച് അവിടെ തന്നെ നമ്മുടെ ഹീറോ ഇപ്പൊ സ്റ്റേ ചെയ്യും. അങ്ങനെ ഇവര് രണ്ടുപേരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു പണക്കാരൻ ഇവരുടെ വീടിന്റെ ഡോറ് ഷൂട്ട് ചെയ്ത് തകർത്തകത്തേക്ക് വന്ന് നമ്മുടെ ഹീറോയെ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നതും പെട്ടെന്ന് ഹീറോ ചാടി എഴുന്നേൽക്കാണ്. അത് സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവന്റെ ഗേൾ ഫ്രണ്ടിനെ കിസ് ചെയ്ത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു റൂമിനകത്ത് തന്നെ അവൻ ഇരിപ്പുണ്ട്. അപ്പൊ ആ ഒരു പണക്കാരൻ പറയും, എന്താ എപ്പോഴും എന്നെ തന്നെ വിചാരിച്ചിങ്ങനെ കിടക്കുന്നേ? നീ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് ഞാനും നിന്നെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെ കൊന്നാലേ എനിക്ക് സമാധാനാവത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ കൊല്ലാൻ വേണ്ടി തോക്കെടുത്ത് എയിം ചെയ്യുന്ന സമയത്ത് ഹീറോയുടെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ അവളുടെ കയ്യിൽ ഹീറോ എടുത്ത ഒരു തോക്കുണ്ടായിരുന്നു. അത് വെച്ച് നമ്മുടെ പണക്കാരനെ ഷൂട്ട് ചെയ്യും. അങ്ങനെ ബുള്ളറ്റ് കൊണ്ടതും അയാൾ നേരെ ഭിത്തിയുടെ അടുത്തേക്ക് ചാരി നിന്നിട്ട് വീണ്ടും ഹീറോയെ കൊല്ലാൻ വേണ്ടി തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നത് ഹീറോ അതിനു മുന്നേ തന്നെ ആ ഒരു തോക്കെടുത്ത് അയാളെ ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. അപ്പൊ എന്തായാലും തന്റെ സുഹൃത്തായിട്ടുള്ള ചാർലിയുടെ മരണത്തിന് നീതി കിട്ടി എന്നുള്ള ആ ഒരു സമാധാനത്തിൽ ഹീറോ ഇനി എന്തായാലും നല്ലതുപോലെ ജീവിക്കാൻ പോകുന്നു എന്നും കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു മൂവി ആയിട്ട് നിങ്ങൾക്ക് തോന്നി? അപ്പോൾ ഇതുപോലെ അടുത്തൊരു നല്ല മൂവി ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.